ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനിയന്റെ എൻഗേജ്മെന്റ് ഡേ ആണ് ഗൈസ്. മനസ്സമ്മതം. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗില്. പിന്നെ എന്തും നമുക്ക് കാണിക്കാൻ പറ്റും എന്ന് എനിക്ക് ഉറപ്പത്തില്ല. നമ്മുടെ മാക്സിമം നമ്മൾ ശ്രമിക്കും, പക്ഷേ അതിന്റേതായ പരിമിതികളുണ്ട്. ഞാൻ ബീറോളൊക്കെ ആയിട്ട് പയ്യെ മറ്റേ ക്യാമറമാൻമാർ എനിക്ക് വീഡിയോസ് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ അതിനനുസരിച്ച് അതൊക്കെ ഇട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞായിരുന്നു. സ്വാഗതം പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. ഇന്നത്തെ പരിപാടി എന്ന് പറയാൻ നമ്മുടെ അനിയന്റെ എൻഗേജ്മെന്റ് ആണ്. അപ്പം 5 മണിക്കാണ് മനസ്സമ്മതം നടത്തുന്നത്. അപ്പം നമ്മളൊരു 4 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. പക്ഷെ അതിന് മുന്നേ നമുക്ക് റെഡി ആവേണ്ടതുണ്ട്. അപ്പോൾ പയ്യെ ഇപ്പോൾ സമയം 1 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പോയി പയ്യെ റെഡിയാവും. ഞാൻ റെഡി ആയിട്ട് വേണം കൊച്ചിനെ റെഡിയാക്കാൻ. അത് കഴിഞ്ഞിട്ട് വേണം റിജോച്ചന് റെഡി ആവാൻ. അപ്പം അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 4 മണിയാകുമ്പോൾ ഇറങ്ങാം എന്നോർത്തിട്ടാണ് ഇരിക്കുന്നത്. ജോടാപ്പി ഇന്ന് എന്നാ ജോടാപ്പി? അല്ല ഇന്നെന്തോ സ്പെഷ്യൽ ഡേ? കല്യാണമാണോ അതോ എൻഗേജ്മെന്റ് ആണോ? ആരുടെ? ആണോ? കൊച്ചപ്പ ആരെയാ മാരേജ് ചെയ്യണേ? മാഗേന്റിനെയാണോ? ആഹാ. എന്താണ് നിന്റെ പ്ലാൻ ഇന്നത്തെ? പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. ഇനിയിപ്പോ റെഡി ആവണം. ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോയി വാങ്ങിച്ചോണ്ട് വന്നു. 1-2 കൂടി കിട്ടാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു. ഇനിയിപ്പോ സമയമില്ല. 1 മണിയായി. വെക്കുന്ന പോയി റെഡി ആവണം. പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വരും, വീഡിയോ എടുക്കണം. ഫോട്ടോഗ്രാഫേഴ്സ് ആദ്യം അഞ്ഞിങ്ങനെയും കൊണ്ട് എങ്ങാണ്ട് പോയി ഫോട്ടോ എടുക്കുന്ന പറഞ്ഞേ. എന്നിട്ട് ചേട്ടാ എന്തേ? ചേട്ടാ ഈ മേക്കപ്പ് ചെയ്യാൻ പോയി. അല്ല മേക്കപ്പ് അല്ല, ഹെയർ ഒക്കെ സെറ്റ് ചെയ്യാൻ പോയി. മേക്കപ്പ് ഉണ്ടോന്ന് എനിക്കറിയില്ല. ഏതാണ്ടൊക്കെ ചെയ്യാൻ പറഞ്ഞ് പോയിട്ടുണ്ട്. ഞങ്ങൾക്കിനി റെഡി ആവാറുണ്ട്. ഇവിടെയാണെങ്കിൽ കറണ്ട് ഇല്ല കറക്റ്റ് ടൈമില്. പിന്നെ ഇപ്പൊ കറണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വേഗം പോയി എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ റെഡി ആയിട്ട് കാണാം. ബൈ ബൈ. പറഞ്ഞോ. അപ്പൊ എന്താ എല്ലാം സെറ്റ് ആയോ? മേക്കപ്പ് ഒക്കെ എൻഗേജ്മെന്റ് ഇതാണ് ലുക്ക്. ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഫോട്ടോഷൂട്ടിന് തിരക്കാണ്. അപ്പോൾ അനിയൻകുഞ്ഞ് ഇത് ഫോട്ടോഷൂട്ടിനായിട്ട് പോയിട്ടുണ്ട്. അവർ മേക്കപ്പ് ചെയ്ത് ജസ്റ്റ് ഫോട്ടോഷൂട്ടിനായിട്ട് പോയിട്ട് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ, ഇനിയും നിന്നുള്ളം നോവല്ലേ, അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മുകിലേ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ, പടരും എൻ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ, അകമേ ആളുന്ന തീയിനർത്ഥം കാണാൻ. അപ്പോൾ ഗൈസ് മോള് ഇതേ നമ്മുടെ ശ്രീകുട്ടിയുടെ തലമുടി സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. റെഡി ആയോ ഗൈസ്? നിങ്ങൾ കുറച്ചുകൂടി ഉണ്ട്. നീ റെഡി ആയി കഴിഞ്ഞു, നീ റെഡി ആയി കഴിഞ്ഞു, ഞാനും റെഡി ആയി കഴിഞ്ഞു. ജോളാപ്പിയും കഴിഞ്ഞിട്ടുണ്ട്. അനിയൻ ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ട്. വരുമ്പോൾ സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് എൻ്റെ ബാക്കി കൂടി എടുക്കാം. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെന്റിന് പോകാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ അറ്റാച്ചിപ്പ്. ഒന്ന് കാണിച്ചു തന്നെ ഫുള്ളൊന്ന് കറക്കട്ടെ. വന്നാല് ലുക്കാണോ ഗൈസ്? ലുക്കാണൊന്ന് കംപ്ലീറ്റ്. ഇതാണ് എൻ്റെ ഇനി ചിക്കുവിന്റെ അറ്റർ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ഇതാണ് ചിക്കുവിന്റെ അറ്റർ. തിരിഞ്ഞേ ഇതാണ് എന്റെ ഡ്രസ് എന്ന് പറ. അത് ജോഡ് ഒന്ന് ടേൺ അറൗണ്ട് ചെയ്തേ. ഫുൾ ടേൺ ചെയ്ത് തിരിഞ്ഞു വാ. എന്നിട്ട് ഗുഡാണോ എന്ന് ചോദിക്കണേ. ഇത് കുഞ്ഞാൻ്റിയും ബെന്നിച്ചാച്ചനുമാണ്. പപ്പയുടെ ഏറ്റവും ഇളയ പെങ്ങളും ചാച്ചനുമാണ്. ഇപ്പം എന്താണ് കുഞ്ഞാൻ്റെ വിശേഷങ്ങൾ? ബെന്നിച്ചാച്ച എന്തുണ്ട് വിശേഷം? ആക്കിയിരിക്കണോ? നാനിവൻ്റെ എൻഗേജ്മെന്റ് ആയിട്ട് എന്നാ പറയുന്നത്? എൻഗേജ്മെന്റിന് പോകാൻ റെഡി ആയില്ലേ? എന്തുണ്ട്, എല്ലാം സെറ്റല്ലേ? ആ ഓക്കെ. ഇനി നമ്മൾ വീട്ടിലെ കുറച്ച് ഫോട്ടോഷൂട്ടാണ് കാണാൻ പോകുന്നത് ഗായ്സ്.
ഓടിക്കല്ലേ തിടുക്കത്തിൽ നടക്കല്ലേ അച്ചുവിൻ്റെയും അമ്മയാണ് കുഞ്ഞാൻ്റെയും ബെനിച്ചാച്ചനും. ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പറയാൻ മറന്നുപോയി. അനിയ എങ്ങനെയുണ്ട് എൻഗേജ്മെന്റ് ആയിട്ട്? ടെൻഷനുണ്ടോ? ടെൻഷനുണ്ടോ? ഇല്ല പറ്റൂല. എന്നാ വാ വാ വാ. ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുവാണ്. നമ്മൾ ഇനി നേരെ മനസ്സമാന്ന് ഇറങ്ങുന്ന പള്ളിയിലേക്ക് പോകാൻ പോവാണ്. അനിയനെ ഓൾറെഡി വണ്ടിക്കകത്ത് ആക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ഒച്ചയായിരിക്കും നിങ്ങൾ കൂടുതൽ കേൾക്കുന്നത്. എന്തായാലും നോക്കാം, നമുക്ക് പോട്ടെ. അപ്പോൾ നമ്മൾ മനസ്സൊന്നും നടക്കുന്ന പള്ളിയിലിട്ടിട്ടുണ്ട്. ഞാൻ പഠിച്ച സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണിത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. എനിക്കത് പ്രൈഡിൻ്റെ ടീംസ് വന്നിട്ടില്ല, നമ്മൾ അവരെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അനിയകുഞ്ഞിന്റെ കല്യാണമായിട്ട് എന്നാ പറയാനുള്ളത്? അനിയകുഞ്ഞിന്റെ കല്യാണം അല്ല എൻഗേജ്മെന്റ് അല്ല, എന്നാ പറയാനുള്ളത്? ഇവിടെ നോക്കി പറഞ്ഞു. ഞാൻ എന്താ പറയണ കല്യാണത്തിന് എണിച്ച് നടക്കാൻ പറ്റില്ലാണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്നു. അതാണ് ആന്റിക്ക് പറയാനുള്ളത്. അമ്മച്ചി കല്യാണം മംഗളമായിട്ട് നടക്കണം, അതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. എന്താണ് ഇത്? മമ്മിയുടെ ചേച്ചിയും ഹസ്ബൻഡും ആണേ ഗൈസ്. അത്രേ ഉള്ളൂ. ഓക്കെ. മാമോദീസയോ? നല്ല സന്തോഷമുണ്ട്. കല്യാണല്ല, എൻഗേജ്മെന്റ് ആണ്. നല്ല സന്തോഷമുണ്ട്. ഓക്കെ. വെല്ലേട്ടയുടെ എൻഗേജ്മെന്റിന്റെ അതേ സന്തോഷമുണ്ട്. കല്യാണം കൊണ്ടെന്ന് പറയണോ? ബ്ലോഗ് എന്താ ചേട്ടാ? ഞങ്ങളുടെ കസിന് അറിയാലോ. എന്താണ് അനിയന്റെ മനസ്സമ്മമായിട്ടൊരു എന്താ പറയാനുള്ളേ? ഒന്നും പറയാനില്ല. സന്തോഷം. നമുക്ക് മണവാട്ടിനെ ഒന്ന് പരിചയപ്പെടാം. ഹലോ, എന്താണ് മണവാട്ടി വിശേഷം? സുഖം. മണവാട്ടിനെ അവിടെ നോക്കുന്നുണ്ട്, നോക്കിയിരിക്കുവാ അല്ലേ? നല്ലതാ. ക്യാമറ ലുക്കാ. ക്യാമറയിലെ ലുക്കുള്ളൂ. അല്ലല്ല, ഞാൻ അവന്മാരുടെ ക്യാമറയിൽ നോക്കി. നല്ല രസമുണ്ട്. മേക്കപ്പ് ഇട്ടായിരുന്നു, പക്ഷെ അത് ഒളിച്ചുപോയി. എന്നിട്ട് പിന്നെ ഞാൻ ടിഷ്യൂ വെച്ച് ഒട്ടിച്ച് വെച്ചാണ്. കളർ ആയെന്നാണ്. ചെറുതായിട്ട് സൈഡ് പക്ഷെ അത് മറ്റേ സ്റ്റേജിൽ കയറുമ്പോൾ ലൈറ്റ് വരുമ്പോൾ അറിയില്ല. അയ്യോ അപ്പൊ ഗായ്സ് ഇതാട്ടോ മണവാട്ടിയുടെ അനിയത്തി. എല്ലാം സെറ്റല്ലേ? ടെൻഷനാണോ? ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ മനസ്സിന്റെ കോണിൽ തുളുമ്പിയല്ലോ. ഈ ആലോല ചുണ്ടിൽ തത്തിയൊരീണത്തേൻ തുള്ളി. ഈ വിരൽ തുമ്പിലെ താളം പോലും എന്റെ നെഞ്ചിനുൾത്തുടിയായല്ലോ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ. എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. ചെറുപൂങ്കുല പോലിവളാടുമ്പോൾ മോഹം, മൃദുമൗനം പോലും സംഗീതം. പേരെന്താണെന്നറിവില്ല, ഊരേതാണെന്നറിവില്ല, ഇവളെന്റേതാണെന്നുള്ളം പാടുന്നു. ഹോ, മുകിൽ കിനാവിൽ നിന്നും ഇവളെ മണ്ണിലിറങ്ങിയ തൂമിന്നൽ. മഴത്തേറേറി വരും
തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹബന്ധ ഉദ്ദേശങ്ങളുടെ മാപ്പിലെ നിന്റെ ഭാര്യയെ സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹബന്ധ ഉദാശയിലൂടെ നിയോജിതരെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്തു. അങ്ങനെ അനിയൻകുഞ്ഞിൻ്റെയും മാഗിയുടെയും മനസ്സമ്മതം കഴിഞ്ഞിരിക്കുവാണ് ഗായ്സ്. അപ്പോൾ ഇനി മനസ്സമ്മതം കഴിഞ്ഞ് റിസപ്ഷൻ നടക്കുന്ന ഹോളിലേക്ക് നമ്മൾ ഇനി അടുത്ത് പോവുകയാണ്. ഇനി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. வீசிப்போன புயலில் என் வேர்கள் சாயவில்லை ஒரு பட்டம் பூச்சி மோத. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ മാഗിയുടെ ഫാമിലിയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഫാമിലിയാണ്. கையில் வைத்தேன் நீ தாண்டி போன போது அது தரையில் விழுந்ததடி. மண்ணிலே செம்மண்ணிலே என் இதயம் துள்ளுதடி. ஒவ்வொரு துடிப்பிலும் உன் பேர் சொல்லுதடி. கனவு பூவே வருக உன் கையால் இதயம் தொடுக. எந்த இதயம் கொண்டு நீ உந்தன் இதயம் தருக. மெல்லினமே மெல்லினமே நெஞ்சில் மெல்லிய காதல் பூக்கும். என் காதல் ஒன்றே மிக உயர்ந்ததடி. அதை வானம் அண்ணாந்து பார்க்கும். நான் தூரத்திரையும் வானம் நீ துப்பட்டாவில் இழுத்த. என் 25 வயதை ஒரு நொடிக்குள்ளே படி அடைத்தாயோ. അപ്പോൾ ഗൈസ് നമ്മുടെ പെണ്ണും ചെറുക്കനും ഏകദേശം സ്റ്റേജിൽ നിന്നുള്ള പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ താഴെ ഇറങ്ങി ഫുഡ് കഴിക്കണം. നമ്മളും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. താഴെ ഇങ്ങനെ ബസ് തുടങ്ങി. ബട്ട് നമുക്ക് ലാസ്റ്റിൽ കഴിക്കാൻ പറ്റുമോ? ഫോട്ടോ ആദ്യം കഴിക്കാൻ പറ്റില്ല അല്ലേ? യാ. പിന്നെ നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞാൻ ഫുൾ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാൻ മൊണ്ടാഷ് പോലെ നിങ്ങളെ കാണിച്ചു തരാം. ബാക്കിത്തെ കാര്യങ്ങൾ നിങ്ങൾ പോകെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പൊ അനിയന്റെ മനസ്സംഗമത് എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞല്ലോ. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? നിനക്കില്ല, നീ ഇടയ്ക്ക് ഒരു പ്ലേറ്റും പിടിച്ചിരിക്കണുണ്ടല്ലോ. അപ്പൊ കുഴപ്പമില്ല. മോള് ഫോട്ടോ സെക്ഷനാ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് മാഗി, അനിയൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടി. ഫുൾ പേര് പറയണെങ്കിൽ നാക്കുപിടിക്കണം. കുറച്ചു ദിവസം നാക്കുപിടിക്കാറില്ല. എന്നാ പേര് പറഞ്ഞോ? മാഗിന്ന് ഞങ്ങള് വിളിക്കും. എന്താണ് മാഗിയുടെ കൂട്ടുകാരിമാരല്ലേ? ഇവിടെ നോക്ക്, പേരെന്താ? രണ്ടുപേര് പേരെന്താ? ഏഞ്ചൽ, ആരതി. ഞങ്ങൾക്കും ഉണ്ടല്ലോ ഏഞ്ചൽ. ഇരിക്കണം, അതും ഏഞ്ചലാ, റിനോജിന്റെ കസിൻ. അങ്ങനെ നിങ്ങളുടെ കൂട്ടുകാരി കല്യാണം കഴിക്കുമല്ലേ? എന്താണ് നിങ്ങളുടെ ഒരു എന്താ നിങ്ങക്ക് പറയാനുള്ള? എന്താ ഫീലിംഗ്? ഇങ്ങോട്ട് നീങ്ങിന്നോ? അടുത്തേക്ക് നിന്നോ? പെട്ടെന്നായിപ്പോയി, ഞങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തില്ല. പെട്ടെന്ന് മാഗി പെട്ടെന്ന് വിളിച്ചിട്ട് മാഗി പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്. മാഗി പറ, എങ്ങനെയാ? എക്സൈറ്റഡ് ആണോ? എനിക്ക് ഇപ്പൊ ഞാൻ ആവശ്യതയാണ്. എക്സൈറ്റഡ് പ്ലസ് ടെൻഷൻ ഇച്ചിരി ഉണ്ടായിരുന്നു. ടെൻഷനൊക്കെ പോയി. ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫുഡ് കഴിക്കുമ്പോൾ പറ്റില്ലായിരുന്നു. ഇതുവരെ ടെൻഷൻ എന്ന് പറഞ്ഞ സാധനം അടുത്ത് കൂടെ പോകാത്തത് ഇന്നലെ ആയിട്ട് അടിച്ചു. ചിരിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കേട്ടല്ലോ, ഇവിടെ സംഭവം കേട്ടിട്ടുണ്ട്. ഇപ്പൊ നേരെ നിൽക്കുമ്പോ നമുക്ക് ചിരി ഇങ്ങനെ നാച്ചുറലി വന്നു.
അല്ല അത് കുഴപ്പമില്ല, ഞാൻ പൊക്കമില്ലാത്തവർ ഞാൻ കളിയാക്കാറില്ല, എനിക്കും പൊതുവെ കുറവാ. അപ്പൊ ഹാപ്പി. അപ്പൊ നാളെ മധുരം വെപ്പിന് അവിടെ സെറ്റല്ലേ എല്ലാം? അപ്പൊ നമുക്ക് കല്യാണത്തിന് കാണാം. ഓക്കെ ബൈ, സെറ്റ്. പറഞ്ഞോ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ് മാഗിയുടെ അനിയത്തി. ബാക്കി ദിവസം ചോദിച്ചു. മാഗിയുടെ അനിയത്തി പേരും കൂടി പറഞ്ഞോ. ജെന്നിഫർ എന്നാണ് പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അത് പഠിച്ചാൽ നീ കൂടി ചെന്ന് മോളൊക്കെ സപ്പോർട്ടിന് കുഴപ്പമില്ല. നിക്ക് ചോർക്ക പറഞ്ഞു. സംസാരിക്കുന്നതാണ്. എങ്ങനെയുണ്ടായിരുന്നു മനസ്സമ്മതം? എല്ലാം അടിപൊളിയായില്ലേ? നല്ല സൂപ്പർ ആയിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്തു, ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായി. കൊറേ നമ്മള് വിളിച്ച് എല്ലാവരും വന്നു, എല്ലാവരും തോന്നുന്നു നല്ല രസമായിരുന്നു. എല്ലാം നന്നായിട്ട് പോയി. കുറച്ച് മഴ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്, അതുകൊണ്ട് കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. ബട്ട് എവറിത്തിങ് ഓക്കെ, എല്ലാം നന്നായിരുന്നു. യെസ്, ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോ പോവാൻ തുടങ്ങാണ്. സ്റ്റേജ് ഒക്കെ ആയിട്ട് ഞാനും പോവാണ് കഴിച്ചു. അപ്പൊ നമ്മളിനി അവിടെ ഞങ്ങൾ കൊണ്ടുവന്നു. പറഞ്ഞിട്ടല്ലേ? അപ്പൊ കല്യാണത്തിന് നമ്മള് സെറ്റല്ലേ? അടിച്ചു പൊളിക്കൂല്ലേ? ഓക്കെ. ഇതാണ് മാഗിയുടെ മമ്മി, മണവാട്ടിയുടെ മമ്മി. ഒരു ഹായ് പറഞ്ഞു. ഹായ്. കൂടുതൽ ഫേസ്ബുക്കോ ഇൻസ്റ്റാ യൂട്യൂബ്. ബൈ ബൈ. അപ്പൊ കല്യാണത്തിന് അടിച്ചു പൊളിക്കാട്ടോ. അപ്പൊ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് മനസ്സമ്മതം പരിപാടി, അപ്പൊ എൻഗേജ്മെന്റിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പൊ ഒരു വൈൻഡപ്പ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. കാരണം ഒരുപാട് ലേറ്റ് ആയി. നമ്മള് തന്നെ ഫുഡ് കഴിച്ചപ്പോ, കാരണം നമ്മൾ ലാസ്റ്റ് ആണല്ലോ ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അതിന്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. നമ്മുടെ മധുരം വേപ്പ് പരിപാടിയുടെയാണ് അടുത്ത വ്ലോഗ്. അതായിട്ട് അടുത്ത ദിവസം ഓടി വരുന്നതാട്ടോ. അതെ, അത് കഴിഞ്ഞ് കല്യാണത്തിന്റെ. അതെ. അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ ഫ്രം all of us. Bye. നിങ്ങൾ കല്യാണത്തിറക്കിന് എന്തെങ്കിലും പണി കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്നാ പണി കല്യാണത്തിന്റെ പുള്ളിക്ക് പണിയാ. എന്നാ പണി കൊടുക്കാൻ മൊത്തത്തിൽ പണിയിട്ടിരിക്കണ എന്ത് പണി കൊടുക്കാൻ? ഈ 2K കിഡ്സ് ഒക്കെ എല്ലാം കൊടുക്കണ്ടോ എനിക്കറിയില്ല കേട്ടോ. അയ്യോ, ഇതൊക്കെ പൂക്കിയാ. നമ്മളെ ഒന്നിനും വിടൂല അല്ലേ? ഓക്കെ, റെഡി ആവോ ചോടു? ആണോ? എന്ത് ഡ്രസ്സാ ഇടണേ? പ്രിൻസസ് ഡ്രസ് ആണോ ഇടണേ? Shopping dress? No. The one you look pretty one, that one? What did you do today? എന്താ ചെയ്തേ ഇന്ന് രാവിലെ? എന്താ ചെയ്തേ? ഹെയർ കട്ട് ചെയ്തോ? ഇപ്പൊ മാരേജിന് ഹെയർ കട്ട് ഒക്കെ ചെയ്ത് പ്രിറ്റി ആയോ? ഓക്കെ, റെസ്റ്റ് എടുക്കുവാണോ ഇപ്പോ? ഓക്കെ, എന്നാ റെസ്റ്റ് എടുത്തോ. പിന്നെ വരാട്ടോ അപ്പാ.